അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ ചിക്കൻ പെരളനും ബ്രെഡും ഉണ്ടാക്കാം വിചാരിച്ച് രാത്രി കേട്ടോ. ചോറ് അമ്മൂന് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വരുമ്പോൾ ഒരു കുറച്ച് ചിക്കൻ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ നമുക്ക്. എന്താ അതിന് ഞാൻ ഒരു 1/2 കിലോ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അത് മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളി ഇടിച്ച പേസ്റ്റും കൂടെ കൂട്ടി ഉപ്പും കൂട്ടി തിരുമ്മി ഇവിടെ ഒരു 5 മിനിറ്റ് റെസ്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട സാധനം ഒരു ചെറിയ 2 സബോള എടുത്തു, ചെറിയ 2 ഉരുളക്കിഴങ്ങ്, ഒരു തക്കാളി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കേട്ടോ, അത്ര എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അതിലേക്ക് വേണ്ട മസാല മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. അപ്പോൾ നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കാം. രാത്രി എന്നും ഈ ചോറ് തീറ്റ അങ്ങനെ കഴിക്കലില്ല. അപ്പം ഞാൻ വിചാരിച്ചു ബ്രെഡാക്കാമെന്ന്. അപ്പോൾ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി നല്ലോണം വഴഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം വയ്ക്കാം. ഉള്ളി ഇത് നല്ലോണം വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ഇതിൽ കിടന്ന് വേവട്ടെ. ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. തക്കാളി ഒരു 2 മിനിറ്റ് വേവട്ടെ. നമ്മുടെ തക്കാളി ഇതൊക്കെ നല്ലോണം വഴന്നു വന്നു. അതിലേക്ക് ഞാൻ മസാലപ്പൊടി ഇട്ടു കേട്ടോ. ക്യാമറ ഓണാണെന്ന് വിചാരിച്ച് വീഡിയോ ഭയങ്കര പിടുത്തമായിരുന്നു. പക്ഷെ നോക്കുമ്പോൾ ക്യാമറ ഓണല്ലായിരുന്നു. അതുകൊണ്ട് മസാലപ്പൊടി ഇട്ടത് കാണാത്ത കേട്ടോ. ഇപ്പം കാണാതെ. അപ്പോൾ ആ മസാലപ്പൊടിയൊക്കെ ഇട്ട് ആ പച്ചപ്പ് മാറുന്നോടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. മസാലയൊക്കെ നല്ലോണം വരണ്ട, അതിൻ്റെ പച്ചപ്പൊക്കെ മാറി നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. നേരത്തെ മസാലയും ഇതൊക്കെ തിരിഞ്ഞ് വെച്ച ചിക്കനാണ് അതിലേക്ക്. അപ്പം നമ്മളിതിലേക്ക് ഒരു ലേശം വെള്ളം ചേർത്ത് കൊടുക്കും കേട്ടോ. ഒരു 1/2 ഗ്ലാസ് വെള്ളം. വെള്ളം നമ്മളൊരു 1/2 ഗ്ലാസ് ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ല. പക്ഷേ ബ്രെഡ് ആയതുകൊണ്ട് ഒരു ലേശം ചാറ് അമ്മൂന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതാണ്. അല്ലെങ്കിൽ ഇത് വെള്ളമില്ലാതെ വരട്ടിയെടുക്കണം. നിങ്ങളാരെങ്കിലും ഇങ്ങനെയൊക്കെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ വെച്ചിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് വെച്ച് കൂട്ടി വെക്കണേ. നല്ല ടേസ്റ്റാട്ടോ. ഉപ്പ് ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നമുക്കൊരു തുള്ളി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണ്ടേ.
തട്ടിപ്പൊത്തി ആദ്യം കുറച്ച് തീയിൽ വെക്കുക, എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ ചെറു തീയാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇറച്ചി ഏകദേശം വെന്ത് കിട്ടുന്നു. നല്ലോണം ഉണ്ടോ വെള്ളം ഒഴിച്ചുകൊണ്ട് കുറച്ച് ചാറായി, ബ്രെഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഈ ചാറ് വെച്ചാൽ. അല്ലെങ്കിൽ ഇത് തുള്ളി വെള്ളം ചേർക്കാതെ വേവിച്ച് വരട്ടി എടുത്തിട്ട് അതിൽ കുരുമുളകും കൂടി ഇട്ടാൽ സൂപ്പറാണ്. എന്തായാലും ഇതിലേക്ക് നമുക്ക് ഇച്ചിരി കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. അയ്യോ തലയും കുത്തിനെ കൊണ്ട് ചമ്മുങ്ങിയത്. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ തൂളി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് കുരുമുളക് പൊടിയിലും കൂടെ ഒന്ന് പെരണ്ട് വന്നാൽ അപ്പോൾ നമ്മുടെ ചിക്കൻ പെരളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ ഏകദേശം പെരളനായി. ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടെ, കാരണം ഉരുളൻകിഴങ്ങ് തോനെയുള്ളതും കൊണ്ടേ ഒന്നും കൂടെ കുറുകും, അപ്പോൾ നല്ലോണം പെരളനാവും കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ കഴിച്ചിട്ടില്ലേ, നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ വേറെ അപ്പം നമ്മുടെ ചിക്കൻ പെരളൻ ഇതവിടെ ഉണ്ടോ തണുത്ത് കഴിഞ്ഞപ്പോൾ നല്ലോണം കുറുകി സെറ്റായിട്ടോ. ഇനി ഇതാ അമ്മു കഴിക്കാൻ വേണ്ടി ബ്രെഡും ഇതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ.